സമയത്തെ ശരിയായി വിനിയോഗിക്കുന്നവന് മാത്രമേ സമ്പന്നാവാൻ പറ്റൂ. ഇതിൽ പറയുന്നൊരു പോയിന്റ് എന്ന് വെച്ചാൽ, ഇപ്പം സാധാരണ ഒരു എംപ്ലോയീസ് ഉണ്ട്. ഇവരെ സംബന്ധിച്ച് 8-10 മണിക്കൂർ ജോലി ചെയ്യുക, ബാക്കിയുള്ള സമയം ടി വി കാണുക, കിടന്നുറങ്ങുക. ഇതിനപ്പുറത്തേക്ക് അതല്ലെങ്കിൽ റോഡ് സൈഡിൽ പോയിട്ട് വല്ല പിള്ളേരപ്പം ഇരുന്ന് സംസാരിക്കുക, കലങ്ങുമ്പോൾ പോയിരിക്കുക, ഫോൺ നോക്കിയിരിക്കുക, ഇങ്ങനെ സമയം വെറുതെ കളയുന്നവരാണ് ഭൂരിഭാഗം പേരും. അതേസമയം ബിസിനസ്സുകാർ അവരെന്ത് ചെയ്യുന്നു? രാവിലെ തന്നെ ഇന്നത്തെ ദിവസം എന്തൊക്കെ ചെയ്യണം, പ്ലാനിങ്, അത് എത്ര രൂപ ഏൺ ചെയ്യണം, കറക്റ്റ് പ്ലാനിങ് കൂടെ മുന്നോട്ട് പോകുള്ളൂ. രണ്ടാമത് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാലോ അടുത്തത് അത് പ്രാക്ടീസ് ചെയ്യാന്ന് പറയും. അതിനു വേണ്ടി ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അത് ഇംപ്ലിമെൻറ്റേഷൻ നെക്സ്റ്റ് വരുന്നത്. അത് കഴിഞ്ഞ് മൂന്നാമത് അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അവർ 3 കാര്യങ്ങളൂടെ നോക്കും. ഇന്ന് എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നടന്നു. അതിൽ പറയുന്നത് വാട്ട് വെൻറ്റ് റോങ്, വാട്ട് വെൻറ്റ് റൈറ്റ്, വാട്ട് നീഡ് ടു ബി കറക്റ്റഡ്. ഈ 3 കാര്യങ്ങൾ അവിടെ സെറ്റാക്കി പോകും. അതായത് ഇന്നത്തെ ദിവസത്തിൽ ഞാൻ ചെയ്ത ശരികൾ എന്തൊക്കെയായിരുന്നു, ഇന്നത്തെ ദിവസം ഞാൻ ചെയ്ത തെറ്റുകൾ എന്തൊക്കെയായിരുന്നു, നാളെ ഞാൻ അതൊക്കെ എന്ത് തിരുത്തണം. അപ്പം ഇങ്ങനെ ഓരോ ദിവസം എന്ത് വേണം, രാവിലെ പ്ലാൻ ചെയ്യണം, അത് കഴിഞ്ഞ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം, വൈകുന്നേരം വന്നാലോ റിവ്യൂ. അല്ലേ? ഈ 3 കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? കറക്റ്റ്. അപ്പം ഇത് 3 വിശകലനം ചെയ്ത് മുന്നോട്ടേക്ക് പോകണം. അപ്പം ഇത് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പം ഇത് സമ്പന്നർ കറക്റ്റ് ഇത് കീപ്പ് ചെയ്തു പോകുന്നൊരു കാര്യമാണ്. പക്ഷേ സാധാരണക്കാരോ രാവിലെ എല്ലാ ദിവസവും പോലെ നേരം വെളുക്കുന്നു, മുതലാളി ചീത്ത പറയണ കാര്യം കറക്റ്റ് സമയത്ത് ചെല്ലും, ആ ചീത്ത കേൾക്കാതിരിക്കാൻ വേണ്ടി ഗ്യാപ്പ് കിട്ടിയാൽ കിടന്നുറങ്ങും, ഗ്യാപ്പ് കിട്ടിയാൽ വെറുതെ ഇരിക്കും, ഗ്യാപ്പ് കിട്ടിയാൽ ഫോൺ നോക്കിയിരിക്കും. ഇങ്ങനെ സമയത്ത് വെറുതെ കളയുന്നവൻ ഒരു കാലത്തും രക്ഷപ്പെടില്ല.